ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കഥ കേട്ട് തുടങ്ങാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ തിരക്കാവും. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിടാൻ സമയം കിട്ടിയെന്ന് കൂടി വരില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. കൃഷ്ണ ശ്രീയെ നോക്കി. ഉറക്കം വരുന്നില്ലേ എന്ന മട്ടിൽ ഒരു ചിരിയോടെ നോക്കി. ശ്രീ അവളെ ചിരിയോടെ നോക്കിയിട്ട് പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ ദാ വന്നു. കൃഷ്ണ റൂമിലേക്ക് പോയി. ശ്രീ മുറ്റത്ത് പോയി കുറച്ച് കൃഷിയുണ്ട്, അതിനൊക്കെ വെള്ളമൊഴിച്ച് എല്ലാം ഒന്നുകൂടി പരിശോധിച്ച് പുഴുക്കൊത്തൊന്നുമില്ലെന്ന് ഉറപ്പിച്ച് നേരെ വീട്ടിലേക്ക് പോരുന്നു. വന്നപ്പോൾ കണ്ടു അച്ഛനും അമ്മയായിരുന്നു ഭക്ഷണം കഴിക്കുന്നു. അവരെ ഒന്ന് നോക്കിയിട്ട് ജേക്കെടുത്ത് കുറച്ച് വെള്ളം എടുത്ത് ശ്രീ മുകളിലേക്ക് പോയി. റൂമിൽ വന്നപ്പോൾ കണ്ടു കൃഷ്ണ ലാപ്പ് തുറന്നിട്ട് ജോലി ചെയ്യുകയാണ്. അവൻ നേരെ കട്ടിലേക്ക് കിടന്നു. അവൾ താഴ്ചിരിച്ച് അവനെ ഒന്ന് നോക്കി. എന്നിട്ട് ചിരിയോടെ ലാപ്പ് അടച്ചു വെച്ച് നേരെ അവൻ്റെ വയറ്റിലേക്ക് അങ്ങ് കിടന്നു. ശ്രീ ചിരിയോടെ ഒന്ന് നോക്കി, പിന്നെ അനങ്ങാതെ കിടന്നു. അവൾ തിരിഞ്ഞ് വയറ്റിൽ ഒരു ഉമ്മ കൊടുത്തു. അതോടെ ശ്രീയുടെ നിയന്ത്രണം വിട്ടു. ശ്രീ കൃഷ്ണയെ പതുക്കെ കട്ടിലേക്ക് കിടത്തി എഴുന്നേറ്റു. കട്ടിൽ നിന്ന് ലാപ്പെടുത്ത് മാറ്റി. പിന്നെ അവൾക്കരികിലെത്തി കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ഉമ്മകൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ച് പതുക്കെ കൃഷ്ണ ശ്രീക്ക് വിധേയാകുന്ന ഒരു പെണ്ണായി മാറി. ശ്രീ പൂർണ്ണമായും അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. കൃഷ്ണ അവനിലേക്കും. അങ്ങനെ ആ രാത്രി അവർ പൂർണ്ണമായും ഒന്നായി. എല്ലാ അർത്ഥത്തിലും കൃഷ്ണ ഇപ്പോൾ ശ്രീയുടേതായി മാറിക്കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ശ്രീയുടെ മാറിൽ കൃഷ്ണ തളർന്നുറങ്ങി. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എത്ര ഉമ്മ കൊടുത്തെന്ന് ശ്രീക്ക് തന്നെ അറിയില്ല. പതുക്കെ പരസ്പരം കെട്ടിപ്പിണർന്ന് രണ്ടുപേരും ഉറക്കമായി. രാവിലെ ആദ്യം ഉണർന്നത് കൃഷ്ണയാണ്. അവൾ തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കി. വല്ലാത്ത നാണം വന്നു. ദേഹത്തൊറ്റ വസ്ത്രമില്ല. അവൾ തലേന്ന് രാത്രി സംഭവിച്ചതൊക്കെ ഒന്ന് ആലോചിച്ചു. ആഹാ, എന്തൊരു കുറുമ്പായിരുന്നു ശ്രീയേട്ടന്. പിന്നെ അതേ ചിരിയോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി കുളിച്ച് വന്ന് കാലിപ്പൊഴി ശരിയായിട്ടില്ല. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൾ നേരെ അടുക്കളയിലെത്തി. ചായയിട്ട് പത്രമെടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ആൾ എഴുന്നേറ്റിരിക്കുന്നു. അവൾ കുറുമ്പോട് അവനെയൊന്ന് നോക്കി. അവൻ കണ്ണിമിച്ചിമാതെ കൃഷ്ണയെ തന്നെ നോക്കി. പെണ്ണെഴുന്നേറ്റ് കുളിച്ചിരിക്കുന്നു. നെറുകിയിലെ സിന്ദൂരം അതിലവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. ആദ്യമായിട്ടാണ് അവൾ നെറുകി സുന്ദരമിട്ട് കാണുന്നത്. ഉള്ളിൽ പതിഞ്ഞു പൊങ്ങിയ സന്തോഷമടക്കാൻ വല്ലാതെ പാടുപെടേണ്ടി വന്നു ശ്രീക്ക്. അവൾ പത്രം കൊണ്ടുവന്ന് ശ്രീയുടെ കയ്യിൽ കൊടുത്ത് അടുക്കളയിൽ നിന്ന് ചായയും എടുത്തു കൊടുത്തു. അവളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ചായ പകർന്നെടുത്തു. അവനരികെ വന്നിരുന്നു. അവൻ പത്രം വായിക്കുന്നു. അവനോട് ചേർന്ന് കൃഷ്ണയിരുന്നു. ഇടയ്ക്ക് അമ്മായി എഴുന്നേറ്റ് വന്നതും അവൾ ശ്രീക്കരികിൽ നിന്നും കുറച്ച് മാറിയിരുന്നു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് അമ്മയെ സഹായിച്ചു. അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി പാത്രവും കഴുകി വെച്ചു. ഉച്ചത്തേക്കുള്ള അവിയലിന് മരിഞ്ഞു കൊടുത്തു. ശ്രീ അവൻ്റെ തോട്ടത്തിലേക്ക് പോയി തിരിച്ചു വന്നതും കൃഷ്ണ എവിടെയെന്ന് നോക്കി. അടുക്കളയാണെന്ന് കണ്ടു. അവൻ കാലിലേ നോക്കി. കുറേ നേരമായിട്ട് നിന്ന് ജോലി ചെയ്യല്ലേ, കാൽ വല്ലാതെ നീര് വെച്ചിരിക്കുന്നു. അതോടെ ശ്രീയുടെ ഭാവം മാറി. അവൾ കരികിലെത്തി ചേർത്ത് പിടിച്ച് നേരെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. കാലിൽ എണ്ണ തേച്ച് തടവിക്കൊടുത്തു. മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരുന്നോണം. ശ്രീ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്നപ്പോൾ കണ്ടു കണ്ണടച്ച് കിടക്കുന്ന കൃഷ്ണയെ. പതുക്കെ കുനിഞ്ഞ് ആ നെറുകയിൽ ഒരുപാട് ഇഷ്ടത്തോടെ ഉമ്മ കൊടുത്തു. കൃഷ്ണ കണ്ണു തുറന്ന് കുറുമ്പോട് അവനെ നോക്കി. ആ നോട്ടം കണ്ടതും ഉള്ളിലെന്തൊക്കെയോ എരിപിരി സഞ്ചോരം നടത്തുന്ന പോലെ ശ്രീക്ക് തോന്നി. അവന് കൃഷ്ണയെ വേണം. അവൻ കൊതിയോടെ അവളെ നോക്കി കതക് ചേർത്തടിച്ചു. പതിയെ അവളിലേക്ക് ശ്രീ പടർന്നു കയറുമ്പോൾ കൃഷ്ണ പൂർണ്ണമായും ശ്രീയുടെ മാത്രമായി മാറുകയായിരുന്നു. ഇപ്പോൾ അവിടെ ചിന്തകളിലോ ലോകത്തിലോ മുസാഫർ എന്നൊരു വ്യക്തിയില്ല. അവിടെയുള്ളത് ശ്രീ എന്നൊരു വ്യക്തി മാത്രം. കാലം ഓരോന്നിനും ഓരോരുത്തരുടെ കൈവെളിയിൽ കോറിയിടാറുണ്ട്. അത് പൂർത്തിയാവുന്നത് വരെ മാത്രമേ ഉണ്ടാകുള്ളൂ ഏത് ബന്ധങ്ങളും. അത് കഴിയുമ്പോൾ ആ ബന്ധങ്ങൾ അവസാനിച്ചേ മതിയാകൂ. ഇവിടെയും അങ്ങനെ സംഭവിച്ചുവെന്ന് കരുതുന്നതാണ് അതിൻ്റെ ശരി. കൃഷ്ണയുടെ ജീവിതത്തിൽ നിന്ന് മുസാഫർ പടിയിറങ്ങിപ്പോയിരിക്കുന്നു. ഒക്കെയും കഴിഞ്ഞ് ശ്രീയുടെ മാറിലേക്ക് തളർന്ന് അവൾ ചാഞ്ഞു കിടന്നു. കൃഷ്ണയും ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും എഴുന്നേറ്റ് പോയി കുളിച്ച് ഓഫീസിൽ പോകാൻ ഒരുങ്ങി വന്നു. കൃഷ്ണ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് അവന് ഫുഡ് എടുത്തു വെച്ചു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി ശ്രീക്ക് ലീവ് എടുക്കാൻ സാധ്യമല്ല. ജോലിക്ക് പോയേ പറ്റൂ. കൃഷ്ണയുടെ കാര്യം ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. ശ്രീ റെഡിയാക്കിയിട്ടുണ്ട്. തൽക്കാലം ജോലി വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. പോകും മുമ്പ് അവിടെ നെറുകിയ രാത്രം ചേർത്ത് ശ്രീ പറഞ്ഞു, എൻ്റെ കുട്ടി നല്ല കുട്ടിയായിട്ടിരിക്കണം. പെൻഡിങ് കിടക്കുന്ന ജോലിക്ക് തീർക്കണം കേട്ടോ. ഏട്ടൻ പോയിട്ട് പെട്ടെന്ന് വരാം. അവൾ തലകുലുക്കി സമ്മതിച്ചു. ഒപ്പാദരങ്ങൾ അവന് കവിളി ചേർത്ത് അമർത്തിച്ചും വെച്ചു.
ഐ ലവ് യു ശ്രീയേട്ടാ, ഐ ലവ് യു സോ മച്ച്. അവൻ തിറഞ്ഞ സ്നേഹത്തോടെ അവളെ നോക്കി. അതെ എൻ്റെ കൃഷ്ണ, അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവൾ പൂർണ്ണമായി ഇപ്പോൾ എൻ്റേത് മാത്രമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ എനിക്ക് വിധേയാകില്ലായിരുന്നു. ശ്രീ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൾ നോക്കി നിന്നു. അവൻ പോയതും അമ്മായിയോട് പറഞ്ഞിട്ട് പോയിരുന്ന് ജോലി ചെയ്ത് തുടങ്ങി. കുറേ ജോലി പെൻഡിങ് ഉണ്ട്, അതൊക്കെ തീർക്കണം. ഇടയ്ക്ക് ലാപ്പിൽ തന്നെ ശ്രീക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ ചെന്നത് മെസ്സേജ് വന്നിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആൾ അവിടെ കിടന്നുറങ്ങിപ്പോയി. കൃഷ്ണയുടെ അനക്കമില്ലാതിരുന്നപ്പോഴേ ശ്രീക്ക് കാര്യം മനസ്സിലായി, ആൾ ഉറങ്ങിക്കാണുമെന്ന്. പാവം ഉറങ്ങട്ടെ. അവൻ്റെ ചുണ്ടിൽ കുറുമ്പ് കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. അതിൽ കൃഷ്ണയോടുള്ള വല്ലാത്ത സ്നേഹം തുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നാളെ. ഓക്കെ, ബൈ ബൈ.